ഓം നമോ നാരായണായ. ദശകം 2 4-ാമത്തെ ശ്ലോകം. തത്താദ്രിങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുകാ ചിരതരം നാസ്തി സ്വഭക്തേഷു തേനാസ്യാപദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞകാ പ്രേമസ്ഥൈര്യമയാദ ചാബലബലാത് ചാബല്യവാത്തോദഭൂത്. ശ്ലോകം 5. ലക്ഷ്മീസ്താവകരാമണീയഗഹിത ഏവ പരേശസ്ഥിരേ ഇത്യസ്മിന്നന്യദ വിപ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ. ये त्वद्ध्यानगुणानुकीर्तनरसा सक्ता हि भक्ता जनाः स्त्वेषेषा वसति स्थिरेव देद प्रस्तावदत्तादरा. ശ്ലോകം 6. ഏവം ഭൂതമനോജ്ഞദാനവസുധാ നിശ്യന്ദസന്തോഹനം ത്വദ്രൂപം പരിചിരസായനമയം ചേതോഹരം ശൃണ്വതാം. സദ്യ പ്രേരയതേ മതിമദയതേ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ജത്യഭിഷീദബാഷ്പവിസരേ ആനന്ദമൂർച്ഛോദ്ഭവൈഃ. ശ്ലോകം 7. ഏവം ഭൂതതയാ ഹി ഭക്തിഭിഹിതോ യോഗസ്യ യോഗദ്വയാൽ കർമ്മജ്ഞാനമയാൽ വൃഷോത്തമതരോ യോഗീശ്വരേ ഗീയതേ. സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മികാ ഭക്തിർനിസ്രമമേവ വിശ്വപുരുഷേ ലഭ്യാ രമാവല്ലഭാ. നമസ്തേ. 2-ാമത്തെ ദശകത്തിലെ 4-ാമത്തെ ശ്ലോകം. അവിടെ ലക്ഷ്മി ദേവിയെയാണ് അവരുടെ സ്വഭാവത്തെ വിശദീകരിക്കുന്നൊരു കാര്യം. നമ്മൾ മഹാവിഷ്ണുവിൻ്റെ ഹൃദയത്തിലാണ് ദേവി അധിവസിക്കുന്നു എന്നാണ് സങ്കല്പം. അത് എപ്പോഴും ഭക്തന്മാർ മനസ്സിലാക്കണം. ഗുരുവായൂരപ്പനെ വന്ദിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഹൃദയത്തിൽ ലക്ഷ്മിയുമുണ്ട് എന്ന ചിന്ത ഭക്തന്മാരിലുണ്ടാകണം. അതെന്താണ്, അതിനെപ്പറ്റി ഈ ശ്ലോകത്തിൽ വിശദീകരിക്കുകയാണ്. തത്താദൃങ് മധുരാത്മകം തവ വപു, അനുഭൂതിപ്രദമാക്കുവാൻ സാധിക്കുന്നതും ചേതോഹരവും സംപ്രാപ്യ അങ്ങയുടെ വിഗ്രഹത്തിൽ അധിവസിക്കുവാനുള്ള അവസരം ലഭിച്ച സന്മയീ സാ ദേവി, സമ്പത്തിൻ്റെ സ്വരൂപത്തോടു കൂടിയ ശ്രീദേവി, പരമോത്സ്ഫുക, അങ്ങയിൽ വർദ്ധിച്ച അനുരാഗം പ്രകടിപ്പിച്ച് സദാ കൂടെ കഴിയുന്നു. സഭക്തേഷു അഭിചിരതരം അസ്തേ, അത് കാരണം ശ്രീദേവി സ്വന്തം ഭക്തന്മാരുടെ സമീപത്ത് പോലും അധികം താമസിക്കാതായി. ഇവിടെ ഒരു പരാതി രൂപത്തിലാണ് ഭഗവാനോട് ഭട്ടതിരിപ്പാട് പറയുന്നത്. അങ്ങയുടെ സൗന്ദര്യം വിവാഹം കഴിഞ്ഞതു മുതൽ ആസ്വദിച്ചു കൊണ്ടേയിരിക്കുന്നു, എന്നിട്ടും മതി വരുന്നില്ല ലക്ഷ്മി ദേവിക്ക്. അതെവിടെ? ദേവി ഭഗവാന്റെ ഉള്ളിൽ തന്നെയാണ്. എത്രയോ കാലമായിട്ടും ഭഗവത് സൗന്ദര്യത്തിൽ തന്നെ കണ്ണുവെച്ചുകൊണ്ടിരിക്കുന്ന ദേവി മറ്റു ഭക്തന്മാരെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പോലും സംശയിക്കുകയാണ്. അത് ലക്ഷ്മി വിഷ്ണു ബന്ധത്തെയും കൂടി ഇവിടെ വിസ്തരിച്ച് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ആ ശരീരവുമായി ഉറച്ച ബന്ധം, 2 ശരീരമല്ല, ഒരൊറ്റ ശരീരം, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ വിവാഹം കഴിഞ്ഞാൽ ആ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ശരീരമാകണം എന്ന് പറയുന്ന തത്വം വാസ്തവത്തിൽ ഈ ത്രിമൂർത്തി സങ്കല്പത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. ആദ്യ പരാശക്തി തന്നെയാണ് തൻ്റെ ചൈതന്യത്തിൽ നിന്ന് ലക്ഷ്മിയെയും സരസ്വതിയെയും പാർവതിയെയും സൃഷ്ടിച്ചത്. അവർ ബ്രഹ്മാവിനും വിഷ്ണുവിനും
ശിവനും നൽകി. നിങ്ങൾ ഒന്നിച്ച് നിൽക്കണം, ഒന്നിച്ച് തന്നെ ഒരു ശരീരം പോലെ പ്രവർത്തിക്കണം എന്ന് ഉപദേശം കൊടുക്കുന്നു. ദേവി ഭാഗവത്തിലത് വിസ്തരിച്ച് പറയുന്നുണ്ട്. അമൃതസാഗരത്തിലേക്ക് അവരെ വിളിപ്പിച്ചു. ചിന്താമണി ഗൃഹത്തിലാണ് ദേവി ഇരിക്കുന്നത്. അവിടെ ത്രിമൂർത്തികളെ ക്ഷണിച്ചു വരുത്തി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ അതനുസരിച്ച് ലക്ഷ്മി ദേവി ഭഗവാന്റെ ഹൃദയഭാഗത്തിലാണ്. അപ്പോൾ ഭക്തന്മാർ തൊഴുമ്പോൾ ആദ്യം ഗുരുവായൂരപ്പൻ്റെ മുഖം പൂർണ്ണമായും ആവാഹിച്ച് മനസ്സിലേക്ക് കൊണ്ടുവരിക. അത് കഴിഞ്ഞാൽ ഒന്ന് ഹൃദയത്തിലേക്ക്, ആ ഭാഗമുണ്ടല്ലോ, ഹൃദയഭാഗത്തേക്കൊന്ന് നോക്കി ഭഗവാന്റെ ആ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മെ നോക്കി ഇരിക്കുകയാണ് ദേവി എന്ന് സങ്കല്പിച്ച് ആ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യണമേ എന്നുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ്. ഇനി അഥവാ നിങ്ങളത് പ്രാർത്ഥിച്ചില്ലെങ്കിലും ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദേവി ശ്രദ്ധിക്കുന്നുണ്ടല്ലോ നമ്മൾ. അപ്പോൾ നമ്മുടെ അനുഗ്രഹം നമ്മൾ ദേവിയെ ശ്രദ്ധിച്ചില്ലെങ്കിലും കിട്ടുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പത്നിയായ ശ്രീലക്ഷ്മി മഹാവിഷ്ണുവിൻ്റെ രൂപസൗന്ദര്യത്താൽ ആകൃഷ്ടയായി സദാസമയം അദ്ദേഹത്തിൻ്റെ മാറിടത്തിൽ വസിക്കുകയാണ്. ഭക്തന്മാർ പല കാര്യങ്ങളും ഇങ്ങനെ ലക്ഷ്മി ദേവിയോട് പറയും, പക്ഷെ അത് കേൾക്കുന്നില്ല. ഭഗവാന്റെ അടുത്ത് തന്നെ, ഹൃദയത്തിൽ തന്നെ ഇരുന്ന് ഭഗവാന്റെ സൗന്ദര്യത്തെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ദേവി. അപ്പോൾ ഭക്തന്മാർക്ക് ഐശ്വര്യം വേണമെന്നൊക്കെ പറയുന്ന അവിടുത്തെ ചെവിയിലേക്ക് എത്തുന്നുണ്ടോ എന്ന് സംശയിക്കുകയാണ് ഭട്ടതിരിപ്പാട് ലക്ഷ്മി ദേവിയെ. ആ രൂപലാവണ്യം എത്ര നുകർന്നാലും ആസ്വദിച്ചാലും ലക്ഷ്മി ദേവിക്ക് അതിനോടൊരു എന്താ പറയുക, എത്രത്തോളം ആയില്ലേ എന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദേവിയെ ഒരു ചപല എന്ന രീതിയിലും ആളുകൾ പറയുന്നു. കാരണം ഭഗവാന്റെ ബാഹ്യ സൗന്ദര്യത്തിൽ ഇത്രയധികം ആകൃഷ്ടയായിരിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊരു ചാബല്യമല്ലേ എന്ന് ചില ഭക്തന്മാർ സംശയിക്കുകയാണ്. ഗുരുവായൂരപ്പ ഭക്തന്മാർക്ക് എപ്പോഴും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വേണമല്ലോ. ഐശ്വര്യം നൽകേണ്ടത് ലക്ഷ്മി ദേവിയാണ്. ആ ലക്ഷ്മി ദേവിയെ കാണാൻ കിട്ടുന്നില്ല, ഭഗവാന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോയാൽ മഹാവിഷ്ണുവിൻ്റെ രൂപം ചതുർഭുജനായിട്ടിരിക്കുമ്പോഴും ലക്ഷ്മി ദേവിക്ക് പ്രത്യേകം ഉപദേവതാ സ്ഥാനമോ അല്ലെങ്കിൽ മറ്റൊരു ശ്രീകോവിൽ എവിടെയും കാണുക പതിവില്ല. കാരണം വിഷ്ണുവിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ഇരിക്കുന്നതുകൊണ്ട് ആ ഒരൊറ്റ പ്രതിഷ്ഠ അതുകൊണ്ടുള്ള ആ വിഗ്രഹത്തിൽ തന്നെ ലക്ഷ്മിയും അടങ്ങിയിട്ടുണ്ട്. അത് ഭക്തന്മാർ പലപ്പോഴും ഓർക്കുന്നില്ല എന്നർത്ഥം. അത് ഭക്തന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. പിന്നെ 5-ാമത്തെ ശ്ലോകത്തിൽ ലക്ഷ്മീപദേ ഇയം ലക്ഷ്മി, ലക്ഷ്മി ദേവിയുടെ നാഥ, അവിടെ ലക്ഷ്മി ദേവിയെ പേരെടുത്ത് ഉദ്ധരിച്ച് ഭഗവാനോട് പറയുകയാണ്. ഈ ലക്ഷ്മി ദേവി താവക രാമണീയക ഹൃദായേവ, അങ്ങയുടെ അഭൗമ സൗന്ദര്യം ദർശിച്ച് ഭ്രമിച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. പരേഷു അസ്ഥിര അന്യരിൽ ഇതി അസ്മിൻ അന്യത് പ്രമാണം അഭി, ഉറച്ചു നിൽക്കാത്തത് എന്താണെന്നതിന് മറ്റൊരു പ്രമാണം കൂടി അധുന വക്ഷ്യാമി, ഇപ്പോൾ ഞാൻ പറയാം. ഏ ജനാഹ, പലരും ത്വധ്യാന ഗുണാനുകീർത്തന രസാസക്താഹ ഈ ഭക്താഹ, അങ്ങയുടെ ധ്യാനത്തിലും ഗുണങ്ങളെ പ്രകീർത്തിക്കുന്നതിലുമുള്ള രസത്താൽ അങ്ങയുടെ അടുത്ത ഭക്തന്മാരായി മാറിയിരിക്കുന്നു. തേഷു ഏഷാ ദൈത പ്രസ്താവ ദത്താദര സ്ഥിര ഏവ വസതി, അങ്ങനെയുള്ള ഭക്തന്മാരുടെ സമീപത്ത് അങ്ങയുടെ ഗുണഗണങ്ങളെയും മറ്റും പ്രകീർത്തിക്കുന്നത് കേൾക്കാൻ ദേവി വന്നിരിക്കുന്നു. ഇവിടെ ദേവി ഭഗവാന്റെ ആ ഗുണഗണങ്ങളെപ്പറ്റി വർണ്ണിക്കുമ്പോൾ, ഭക്തന്മാർ വർണ്ണിക്കുമ്പോൾ അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു ദേവി എന്നാണ് പറയുന്നത്. അവരാ ഭഗവാനുകളിൽ ലയിച്ചിരിക്കുന്ന ഭക്തന്മാരാണ്. പക്ഷെ അതല്ലാതെ സാധാരണ ഭക്തന്മാർ ലക്ഷ്മി ദേവി കടാക്ഷത്തിനായിട്ട് കാത്തിരിക്കുന്നത് ദേവി ശ്രദ്ധിക്കുന്നേയില്ല എന്നാണ്. അത് ഓരോരുത്തരും അപ്പോൾ തോന്നുന്ന ആഗ്രഹങ്ങളാണല്ലോ പറയുക. അഭിഷ്ടങ്ങൾ തരണേ ലക്ഷ്മി ദേവി എന്നൊക്കെ പറയുമ്പോഴൊന്നും ദേവി കേൾക്കുന്നില്ലത്രേ. ദേവി എപ്പോഴും ഭഗവാന്റെ ഉള്ളിൽ തന്നെ. അതേസമയം ദേവി എപ്പോഴും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തന്മാരുടെ അടുത്തായിരിക്കും എപ്പോഴും ശ്രദ്ധ.
അവരെ നോക്കിക്കൊണ്ടിരിക്കും. തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആ ഭക്തന്മാരെ പറ്റി ചിന്തിക്കുന്നില്ല എന്ന ഒരു പരാതിയും ഭക്തന്മാരിലുണ്ട് എന്നാണ്. എത്ര കാലമായി ഭഗവാനെ അങ്ങേ സേവിച്ചു കൊണ്ടിരിക്കുന്നു, പക്ഷേ ഇന്നും ദാരിദ്ര്യം തന്നെയല്ലേ എൻ്റെ അനുഭവം. എന്തേ അങ്ങ് ആ കാര്യത്തെപ്പറ്റി ചിന്തിച്ച് പരിഹാരം നൽകാത്തത്? അങ്ങയുടെ പത്നിയെ കാണാൻ തന്നെ കിട്ടുന്നില്ലല്ലോ. എങ്കിലും മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അവരൊരു നോക്കുപോലും നോക്കാതെ ഇരിക്കുകയല്ലേ ദേവി ചെയ്യുന്നത്, അനുഗ്രഹിക്കുന്ന കാണുന്നില്ലല്ലോ. അത് വല്ലാതൊരു വിഷമത്തോടു കൂടിയാണ് ഭക്തന്മാർ ഭഗവാനോട് പറയുന്നത് എന്നർത്ഥം. പിന്നെ 6-ാമത്തെ ശ്ലോകത്തിൽ ഏവം ഭൂതമനോജ്ഞതാനവസുധാ ദൃശ്യന്ത സന്തോഹനം, ഇങ്ങനെ എല്ലാമായ സൗഭാഗ്യമാകുന്ന പുതുമയായ അമൃതത്തിൻ്റെ സ്രോതസ്സും പരച്ഛിദ്രസായമയം ചേതോഹരം ത്വദ്രൂപം, പരബ്രഹ്മ പരമാനന്ദവും മനോഹരവുമായ അങ്ങയുടെ ദിവ്യവിഗ്രഹം ശൃണ്വതാം മതീം സദ്യ പ്രേരയതേ, ഭഗവത് കഥാശ്രവണം ചെയ്യുന്നവരുടെ മനസ്സിനെ മറ്റു വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് മതയതേ ആനന്ദപരവശനാക്കുകയും അംഗകം രോമാഞ്ചയതി ശരീരം മുഴുവനും രോമാഞ്ചമണിയിക്കുകയും ആനന്ദമൂർച്ഛോദ്ഭവേ നിയന്ത്രിക്കുവാൻ സാധിക്കാത്ത ആനന്ദം കൊണ്ടുണ്ടാവുന്ന ശീതബാഷ്പവിസരൈ വ്യാസിഞ്ചതി അഭി, കണ്ണീരിൽ ആറാടിക്കുകയും ചെയ്യുന്ന സൗന്ദര്യം. ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹ സൗന്ദര്യം എത്ര വർണ്ണിച്ചിട്ടും ഭട്ടതിരിക്ക് മതിയാവുന്നില്ല എന്നാണ് പറയുന്നത്. ആ വിഗ്രഹത്തിൽ മനസ്സിനെ കേന്ദ്രീകരിച്ചിരിക്കുന്ന അങ്ങയുടെ ഭഗവത് കഥകളെ ശ്രവിക്കുന്ന ഭക്തന്മാരെ പരമാനന്ദത്താൽ രോമാഞ്ചമണിയിച്ച് ആനന്ദ കണ്ണീരിനാൽ ആറാടിക്കുകയും ചെയ്യുന്നു. അതായത് ഗുരുവായൂരപ്പ വിഗ്രഹം ദർശിക്കുമ്പോൾ ഉണ്ടാവുന്ന ഭക്തന്മാരിലുണ്ടാവുന്ന മാനസികാവസ്ഥയാണ് ഇവിടെ ഭട്ടതിരിപ്പാട് മനോഹരമായി വിശദീകരിക്കുന്നത്. അത് ഭട്ടതിരിപ്പാടിന് തന്നെ എത്ര നോക്കിയിട്ടും, കാരണം 100 ദിവസത്തോളം അവിടെ ഇരുന്നുവല്ലോ. അപ്പോൾ ശ്രീലകത്തേക്ക് ഭഗവാന്റെ വിഗ്രഹം നോക്കിയിട്ടാണ് ഇതൊക്കെ എഴുതുന്നതും പറയുന്നതും. അത് മാതൃദത്തൻ സഹോദരൻ എഴുതിയെടുക്കുന്നുണ്ട്. അപ്പോഴും ഈ 100 ദിവസം എന്ന് പറഞ്ഞാൽ വളരെ നീണ്ട കാലഘട്ടമാണ്. അത് ഓരോ ദിവസം കഴിയുന്നവരും പിന്നെയും കാണണം എന്നുള്ള ആഗ്രഹം കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അത്രയും മനോഹരമാണത്രേ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹ സൗന്ദര്യം എന്നാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പോയിൻ്റാണ്. ഈ വിഗ്രഹം എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം ശരീരം എന്നാണ്. വിഗ്രഹം, നമ്മളെപ്പോഴും വിഗ്രഹം എന്ന് പറയുമ്പോൾ കല്ലിൽ കൊത്തിയ ശില്പം എന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ. മനുഷ്യൻ്റെ ഈ ശരീരത്തെ വിഗ്രഹം എന്ന് പറയും. അതും സംസ്കൃതത്തിൽ പറയുന്ന അർത്ഥം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ദേവാലയങ്ങളിൽ പ്രതിഷ്ഠിച്ച ദേവബിംബങ്ങളെ വിഗ്രഹം എന്ന് പറയുന്നത്. സനാതനധർമ്മത്തിലെ വിഗ്രഹാരാധന വളരെ ശാസ്ത്രീയമാണ്. സർവവ്യാപിയായ ദൈവത്തെ മനസ്സിൽ ഉൾക്കൊള്ളാൻ സാധ്യമല്ല, എത്ര തന്നെ ശ്രമിച്ചാലും സാധിക്കില്ല. പക്ഷെ മനുഷ്യൻ്റെ മനസ്സ് രൂപത്തെ മാത്രമേ ഉൾക്കൊള്ളുള്ളൂ. ആ രൂപം കാണുമ്പോഴാണ് മനസ്സിൽ വികാരങ്ങളും ഭക്തിയുമൊക്കെ ഉണ്ടാവുന്നത്. മറ്റത് സർവ്വവ്യാപിയാണ് ദൈവം എന്ന് പറയുമ്പോൾ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞവിടെ നിർത്തുകയാണ്. അതേസമയം ഗുരുവായൂരപ്പ അല്ലെങ്കിൽ ശബരിമല ശാസ്താവേ എന്ന് പറയുമ്പോൾ മനസ്സ് പെട്ടെന്ന് ആ ശബ്ദത്തിലേക്ക് പോകുന്നു. ആ ശബ്ദത്തിൽ നിന്ന് ആ മൂർത്തിയുടെ രൂപത്തെ ചിന്തിക്കുന്നു. അങ്ങനെ മൂർത്തിയുമായിട്ടുള്ളൊരു തന്മയീ ഭാവം ആ ഭക്തനുണ്ടാവും. സർവ്വവ്യാപി എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവും? ഒന്നുമില്ല. ബുദ്ധിപരമായിട്ടൊക്കെ ശരിയായിരിക്കാം, പക്ഷെ നമ്മളെപ്പോഴും മനസ്സിൽ ജീവിക്കുന്നവരാണല്ലോ. മനുഷ്യർ മനസ്സിൽ ജീവിക്കുന്നവരാണ്. ബുദ്ധി പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വൈകാരികമായ ആ തലത്തിലാണ് മനുഷ്യരധികം ഭൂരിപക്ഷം. അവരെ ഭക്തിയിലേക്ക് നയിക്കണമെങ്കിൽ ഈ വിഗ്രഹാരാധന കൂടിയേ തീരൂ. വാദപ്രതിവാദത്തിനൊക്കെ നമുക്ക് ബുദ്ധിയുടെ തത്വങ്ങൾ പറയാം, പക്ഷെ അതുകൊണ്ട് ആ വാദപ്രതിവാദം നടത്തുന്ന ആൾക്ക് പോലും പൂർണ്ണമായി എന്താണ് എന്ന് മനസ്സിലാക്കുന്നുണ്ടാവില്ല. ദൈവത്തെക്കുറിച്ച് ആ വിഗ്രഹത്തെപ്പറ്റി ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഭഗവാന്റെ 7-ാമത്തെ ശ്ലോകത്തിൽ ഭഗവത് രൂപം ദർശനം കൊണ്ടും ഭഗവത് കഥാശ്രവണം
മനനം എന്നിവ കൊണ്ടും മനുഷ്യൻ്റെ മനസ്സിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നു. ആ ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞല്ലോ, 3-4 സെക്കൻഡ് നേരെയൊക്കെ കിട്ടുന്നുള്ളൊരു ഭക്തന് എത്ര ബുദ്ധിമുട്ടിയിട്ട് ക്യൂ നിന്നിട്ടും സ്പെഷ്യൽ പെർമിറ്റ് എടുത്തിട്ടും നെയ്വിളക്കിന് ചീട്ടാക്കിയിട്ടൊക്കെ എല്ലാവർക്കും കിട്ടുന്നത് കുറച്ച് സമയം മാത്രം. അപ്പോൾ അതുപോലെ ഭഗവാന്റെ ആ സപ്താഹങ്ങൾ ഇതൊക്കെ നടക്കുമ്പോൾ കഥാശ്രവണം കേട്ടിട്ടും മനുഷ്യന് എന്താ ഉണ്ടാകുന്നത്? ശാന്തിയും സമാധാനവും ഉണ്ടാകും. അതല്ലേ ഇത്ര തിരക്ക് ഗുരുവായൂർ. ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നു എന്നാണ് തിരക്ക്. ഗുരുവായൂരിലുള്ള അവിടെയുള്ള ആളുകളോട് സ്ഥിരമായ അമ്പലവുമായി ബന്ധപ്പെട്ടവരോട് ചോദിക്കും, അതാ പറയും, മുമ്പത്തേക്കാളും ഭക്തന്മാർ വർദ്ധിച്ചിരിക്കുന്നു ഗുരുവായൂരിൽ എന്നാണ് അവർ പറയുന്നത്. അത് ഈ ഭക്തി വർദ്ധിക്കുന്നത് കൊണ്ടാണ്. അതിൻ്റെ പ്രയോജനം എന്തെന്ന് വരെ നമ്മുടെ നാരദ മഹർഷിയും വ്യാസ മഹർഷിയും വാൽമീകി മഹർഷിയും അതുപോലെ മറ്റുള്ള യോഗീശ്വരന്മാരും പറയുന്നുണ്ട്. കർമ്മജ്ഞാന യോഗത്തെക്കാളും ഭക്തിയോഗമാണ് ഭഗവാനെ പ്രാപിക്കുവാൻ സാധാരണ ജനങ്ങൾക്ക് എളുപ്പമുള്ള വഴി. വലിയൊരു തത്വമാണ് ഇവിടെ അനാവരണം ചെയ്തത്. കർമ്മയോഗത്തെക്കാളും ജ്ഞാനയോഗത്തെക്കാളും ഭക്തിയോഗമാണ് ഭഗവാനെ പ്രാപിക്കാൻ എളുപ്പ വഴി. സാധാരണക്കാരുടെ കാര്യമാണ് പറയുന്നത്, പണ്ഡിതന്മാർ. പക്ഷെ പണ്ഡിതന്മാർ തന്നെ ഭഗവാനെ ദർശിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. അവർ പല യോഗ ധാരണകൾ നടത്തിയിട്ടൊക്കെ ചെയ്തിട്ട് അവർ കാണുന്നില്ല. എപ്പോഴാണത് കാണാൻ പറ്റുമെന്ന് അവർക്കറിയില്ല. എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വരും അറിയില്ല. പക്ഷെ ഭക്തി യോഗത്തിൽ കൂടി പോകുന്നവർ പലപ്പോഴും ഭഗവാനെ അനുഭൂതിപ്രദമാക്കിയിട്ടുണ്ട്. ഭഗവാനും ഞാൻ ഒന്ന് തന്നെ എന്നുള്ള ഫീലിംഗ്, അതാണല്ലോ ലയനം എന്ന് പറയുന്നത്. അത് ഭക്തന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. അതിലൊരാളാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്, പൂന്താനം എന്ന് പറയുന്ന അദ്ദേഹം ഒക്കെ ലയിച്ചു ചേർന്നവരാണ്, ഭഗവാനിൽ ലയിച്ചു ചേർന്നവരാണ്. അപ്പം അതുകൊണ്ട് ഭക്തിയോഗമാണ് മറ്റെല്ലാ യോഗങ്ങളിലും വെച്ചും ഭഗവാനെ പ്രാപിക്കുവാനുള്ള വഴി എന്നുകൂടി ഇവിടെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിഗ്രഹം ആരാധന ശാസ്ത്രീയമല്ല. എന്തിനാ അമ്പലത്തിലേക്ക് പോകുന്നപ്പോഴും അവിടെ ഇങ്ങനെ തിരക്കൂടിയിട്ട് എന്താ കാര്യം? അമ്പലത്തിൽ തന്നെ ഇങ്ങനെ കഴിയണം, അതുകൊണ്ട് എന്താ കാര്യം എന്നൊക്കെ വിമർശകന്മാർ പറയുന്നുണ്ട്. പക്ഷേ വിമർശിക്കുന്നവർ പലരും ആരും കാണാതെ അവിടെ ദർശനത്തിന് വരുന്നുണ്ട്. നമ്മളെല്ലാവരും സർവസംഘ പരിത്യാഗികളായ സന്യാസികളല്ല. നമ്മൾ ഗൃഹസ്ഥാശ്രമികളാണ് അധികം പേരും. അവർക്ക് ഭഗവാന്റെ സ്വരൂപം എപ്പോഴും ഇങ്ങനെ മനസ്സിലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. സർവ്വവ്യാപിയായാലും എങ്ങനെ കാണാൻ സാധിക്കും? അവിടെ അതുകൊണ്ടാണ് മേൽപ്പത്തൂർ ഭക്തിയോഗത്തിന് പ്രാധാന്യം കൊടുക്കാൻ കാരണം. അദ്ദേഹം മഹാപണ്ഡിതനാണ്. അദ്ദേഹം ജ്ഞാനയോഗത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷെ അതല്ലല്ലോ നാരായണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹവും പൂന്താനത്തെ പോലെ ഭക്തിയോഗത്തിനാണ് ശക്തമായ പിന്തുണ നൽകിയിരിക്കുന്നത്. അതിനുള്ള ഉദാഹരണ സഹിതം തെളിയിക്കുകയാണ്. വാസ്തവത്തിൽ നാരായണീയം എന്ന് പറയുന്ന കാവ്യം ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. തനിക്ക് മാറാത്ത ഈ വ്യാധിയുണ്ടല്ലോ, അത് പിടിപെട്ടപ്പോൾ വൈദ്യന്മാരൊക്കെ പറഞ്ഞു അത് കർമ്മബാധയാണ്, മുൻ ജന്മം ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ഈ രോഗം, അത് മാറ്റാൻ പ്രയാസമാണ്, മാറില്ല. അപ്പോഴാണ് ഒരാൾ ഉപദേശിക്കുന്നത്, ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചോളൂ. മഹാപണ്ഡിതൻ, വേദാന്തിയാണ്, ഏകദൈവമാണ് എന്നൊക്കെ നന്നായിട്ട് ബോധ്യമുള്ള ആളാണല്ലോ മേൽപ്പത്തൂർ, അല്ലാതെ ഒരു സാധാരണക്കാരനല്ല. ഉപനിഷത്തൊക്കെ നന്നായി ഹൃദിസ്ഥമാണ്, ബ്രഹ്മസൂത്രം ഹൃദിസ്ഥമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഉപദേശം കിട്ടുന്നത് ഗുരുവായൂർ പോയിട്ട് പ്രാർത്ഥിക്കൂ, അങ്ങയുടെ അസുഖം മാറും. ആ ഉപദേശം കേട്ടു അദ്ദേഹം. അങ്ങനെയാണ് ഗുരുവായൂരെത്തുന്നതും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിക്കുന്നതും എന്നുള്ള ആ ഒരു വലിയൊരു തത്വം അദ്ദേഹം വളരെ നന്നായി സമർത്ഥമായി അവിടെ ബോധ്യപ്പെടുത്തി തരികയാണ് ചെയ്തത്. ഭക്തിയോഗത്തെ വിമർശിക്കുന്നവരൊക്കെ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അത് എന്തുകൊണ്ട് ഭക്തിയോഗത്തിന് മേൽപ്പത്തൂർ പ്രാധാന്യം കൊടുത്തു, ഈ കാര്യം വ്യക്തമാക്കി തരുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചിരിക്കുന്നത്. ഈ ഭക്തി യോഗത്തെ വിമർശിക്കുന്നവർ നാരായണത്തിലെ ആദ്യ ഭാഗങ്ങൾ
ശരിക്കും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമസ്തേ.